പരമപ്രധാനപ്പെട്ട കാര്യമാണ്, കേട്ടുനോക്കൂ. പരമപ്രധാനമായ ഒരു കാര്യം, ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അത് തന്നെ ഇടണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യ ദിനം വന്ന പോലെയുള്ള പരിഗണന കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് മുന്നേ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതൊന്ന് കേട്ടു. മതേതരത്വ രാജ്യമാണ്, ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ. മതേതരത്വ രാഷ്ട്രമാണ്, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ഈ പരമപ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ സിസ്റ്റർ ഇട്ട ഡ്രസ് എന്താണ്? പുറകെയിട്ട് വന്നിട്ടാണല്ലോ ഇവർ ഈ വയല് പറയുന്നത്. ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ധരിക്കണം എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. നിങ്ങളുടെ മതത്തിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വസ്ത്രത്തിന്റെ അവകാശം പറയാൻ നിങ്ങൾ ആരാ? മതേതരത്വ രാഷ്ട്രം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളും എല്ലാ കൾച്ചറും ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം, എന്നിട്ട് വേണം അത് പറയാൻ. ടീച്ചർ, എല്ലാ മതങ്ങളും ഇവിടെ ഉണ്ട്, പല കൾച്ചറുകളുണ്ട്. ആ മതങ്ങളൊക്കെ ബഹുമാനിക്കുക, വർഗീയപരമായിട്ട് ചിന്തിക്കാതിരിക്കുക എന്നല്ലേ വേണ്ടത്. ഈ പറയുന്ന സിസ്റ്ററുടെ ഉള്ളിൽ തന്നെ എന്താ ഉള്ളത്? എല്ലാ മതങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ പറയുന്ന അനുസരിച്ച് ഇവിടെ നിന്നാൽ മതി എന്നാണ്. അപ്പോൾ അവിടെ മതേതരത്വം പറയാനുള്ള എന്തെങ്കിലും ഒരു തരി അവകാശം ഈ സിസ്റ്റർക്ക് ഉണ്ടോ? എനിക്ക് ക്രിസ്തീയ സഹോദരങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുണ്ട്. ഞാൻ കോട്ടയത്ത് പഠിച്ചാണ്. അവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. പള്ളിയിൽ അച്ഛന്മാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഒക്കെ വളരെ മാന്യമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എനിക്കറിയുന്ന ഒരു വ്യക്തിയുടെ മോളും ഇങ്ങനെയുള്ള ഒരു സ്കൂളാണ് പഠിച്ചത്. 10ാം ക്ലാസ് വരെ മുട്ട് വരെയുള്ള സ്കേർട്ട് ഇട്ട് പഠിച്ചു. അയാളാണെങ്കിലും കുറച്ച് അച്ചടക്കത്തിൽ ജീവിക്കുന്ന ആളാണ്. അയാളുടെ മകള് +1 +2 ഒക്കെ കഴിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതത്തിലും ചെറിയ വസ്ത്രങ്ങളോടാ പോലും താല്പര്യം. അപ്പോൾ ടീനേജിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളിങ്ങനെ ഫോളോ ചെയ്യും യൗവനത്തിലൊക്കെ. അപ്പോൾ സ്കൂളിനൊരു യൂണിഫോം ഉണ്ടെങ്കിൽ എഗ്രി. ആ യൂണിഫോം തന്നെ പാവാട കുറച്ച് ഇറക്കം കൂട്ടിയിട്ടു തലമറക്കാൻ ആഗ്രഹിക്കുന്നവർ തലമറച്ചിട്ടോട്ടെ, അതിനെന്താ കുഴപ്പം? മതേതരത്വ രാഷ്ട്രമാണ് എന്ന ബോധ്യം നമ്മളിലേക്ക് തരുന്ന വിധത്തിൽ സംസാരിക്കുന്ന സിസ്റ്ററോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം മതേതരത്വ രാഷ്ട്രത്തിൽ ജീവിക്കാനായിട്ടുള്ള വിശാലമായിട്ടുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക.